വെൽക്കം ബാക്ക് ടു UK ഡ്രീമർ എന്നൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ ലെറ്റർ കൈ കിട്ടിയിട്ട് വിസ കയ്യിൽ വന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് UK പോണ വരെയുള്ള കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാൽ പോലും ഇതിനിടയ്ക്ക് നടക്കുന്ന ഓരോ പ്രോസസ്സും എനിക്ക് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും അപ്പോൾ തന്നെ കമൻസിന് റിപ്ലൈ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയെന്നെങ്കിലും ചോദിച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് UK റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ UK പോകുന്ന പ്രോസസ്സും കാര്യങ്ങളും അങ്ങനെ UK പോണ പ്രോസസ്സും കാര്യങ്ങളും എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലൈക്ക് എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏജൻസി വഴി അല്ലെങ്കിൽ UCAS വഴി നമ്മൾ തന്നെ ഓഫർ ലെറ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് ഒന്നെങ്കിൽ കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് നമുക്ക് വരിക. അപ്പോൾ ഏജൻസി വഴി ഓഫർ ലെറ്റർ എടുക്കാനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ IELTS സ്കോറും, ഇപ്പോൾ IELTS അല്ലാതെ +2 സ്കോർ വെച്ചാൽ പോകണമെന്നുണ്ടെങ്കിൽ ആ സ്കോർ അല്ലെങ്കിൽ MOA വെച്ചിട്ടാണ് അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു MOAയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലൊക്കെ. അതിനുശേഷം നമുക്ക് ഓഫർ ലെറ്റർ വരും. അപ്പോൾ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം അങ്ങനെ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം ഒന്നെങ്കിൽ കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് വരിക. അങ്ങനെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളും കാണും. അതായത് ഒന്നെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നായിരിക്കും. പൊതുവേ ട്രാൻസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ കൺസോൾട്ടേറ്റഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇല്ല ചില യൂണിവേഴ്സിറ്റീസ് IELTS സ്കോർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ പേപ്പേഴ്സിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതുമായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണോ ചോദിച്ചേക്കണത് ആ ഒരു ഇത് കൊടുക്കുക. അപ്പോൾ അതേപോലെ അൺകണ്ടീഷണൽ അല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ വരുമ്പോൾ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഫസ്റ്റ് വരുന്ന ഓഫർ ലെറ്ററിൽ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ഏജൻസി വഴി റിക്വസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൽ IDs ഒക്കെ കുറേ കിട്ടും. ആ മെയിൽ IDസിലേക്കൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് അൺകണ്ടീഷണലൊക്കെ വരുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതൊരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ, ഇപ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിന് റിക്വസ്റ്റ് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ക്യാസിൽ വരും, ഇപ്പോൾ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിന് എന്തായാലും റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ, മോക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരും. അതായത് ചില യൂണിവേഴ്സിറ്റീസിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് മിനിമം ഒരു പേയ്മെൻറ്റ് അടയ്ക്കണം. അങ്ങനെ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ചില യൂണിവേഴ്സിറ്റീസിൽ പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടും. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറും. അങ്ങനെ മോക്ക് കോൾസും കാര്യങ്ങളൊക്കെ വരും ആദ്യമായിട്ട്. അങ്ങനെ മോക്ക് കോൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്. ഇപ്പോൾ ഈ ബട്ടണിൽ വരും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രീക്യാസ് ഇൻ്റർവ്യൂവിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ മോക്ക് കോൾസൊക്കെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ ഇൻ്റർവ്യൂ വരും. അതൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് മാറും. എന്നാലും ഇങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ മോക്ക് കോൾ വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഒറിജിനൽ ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റി തരുള്ളൂ. കാരണം ആകെ ഒരു ചാൻസ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ചാൻസസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഫസ്റ്റ് ടൈം നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ക്യാസിന് അപ്ലൈ ചെയ്യേണ്ട ടൈമാണ്. ക്യാസിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് TB സർട്ടിഫിക്കറ്റ് വേണം. അതായത് ട്യൂബർകുലോസിസ്, ഈ മെഡിക്കൽ എടുക്കണം എന്നൊക്കെ പൊതുവെ പറയണ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ മെഡിക്കൽ എടുക്കണം. അത് നമ്മുടെ കേരളത്തിൽ പല പ്ലേസസിലും ഉണ്ട്. അതായത് കൊച്ചി അമൃതയിലുണ്ട്, ട്രിവാൻഡ്രം കിംസിലുണ്ട്, പിന്നെ ബാംഗ്ലൂരാണുള്ളത്. അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേപോലെയുള്ള എല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. അങ്ങനെ കാണാത്തവർ സെപ്പറേറ്റ് കണ്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതും ഞാൻ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ എടുക്കേണ്ടതും അല്ലെങ്കിൽ മെഡിക്കൽ എടുക്കുമ്പോൾ എവിടെയൊക്കെ പോയി എടുക്കുക അത് റിലേറ്റ് ചെയ്ത അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് ഡൗട്ട്സൊക്കെ മാറി കിട്ടും. അപ്പോൾ മെഡിക്കൽ എടുക്കും. മെഡിക്കൽ എടുത്തതിന് ശേഷം
ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ്ങിനുള്ള എക്സ്പെൻസസിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ കാണിക്കണം. അത് ഇന്നർ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12,006 പൗണ്ട്സ് ആണ്. ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ 1,026 ആ ഒരു അറൗണ്ട് എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. പ്ലസ് നമ്മൾ ഇപ്പോൾ ട്യൂഷൻ ഫീസ് ഓൾറെഡി ഒരു ഇനിഷ്യൽ പേയ്മെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റിൻ്റെ ബാലൻസ് നമ്മൾ അക്കൗണ്ടിലിട്ട് കാണിക്കണം. ഇല്ല ആ ഒരു ട്യൂഷൻ ഫീ ഫുള്ള് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 12,006 പൗണ്ട്സ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഈ കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു പൗണ്ട് റേറ്റ് നോക്കിയാൽ മതി. ആ ഒരു പൗണ്ട് റേറ്റിൽ ഒരിക്കലും ഇടരുത്. അതായത് അതിലും ഒരു 5-6 പൗണ്ട് റേറ്റ്സ് ഒക്കെ കൂട്ടി വേണം നമ്മുടെ അക്കൗണ്ടിൽ ഇടാനായിട്ട്. അത് അങ്ങനെ ചെയ്യാതെ കുറേ പേർക്ക് ക്യാസിന് വെച്ചപ്പോൾ റെഫ്യൂസിൽ കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 102 നമ്മൾ നോക്കുമ്പോൾ പൗണ്ട് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 110 അറൗണ്ട് ഇടാൻ പാകത്തിന് ശ്രമിക്കുക. അതായത് 12,006 ഇൻറ്റു 110 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഒക്കെ ഇടാൻ ശ്രമിക്കുക. കാരണം പൗണ്ട് റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു പൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ആ ഒരു എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ക്യാഷ് ഫീൽഡിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് കുറേ ബേസിക്, ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെരിഫൈ ചെയ്യണം. പ്ലസ് പാസ്പോർട്ടും അപ്ലോഡ് ചെയ്യണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ ക്യാഷ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് നമ്മൾ വയ്ക്കും. ക്യാഷിന് വേണ്ടിയിട്ട് വയ്ക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് റണ്ണായി തുടങ്ങും. അങ്ങനെ റണ്ണായിട്ട് 100 ആയി കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് കൈ കിട്ടും. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്തു, അതായത് അവിടെ ഒരു സീറ്റ് നമുക്ക് തന്നു. ഇനി യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഉള്ളത് എൻറോൾമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പതുക്കെ മതി. ഇനി വിസയ്ക്ക് വയ്ക്കാം. അതായത് നമുക്ക് UK എന്നൊരു ഇതിന് വേണ്ടിയിട്ട്, അതായത് വിസയ്ക്ക് വയ്ക്കാനായിട്ട് നമുക്ക് ഒരു സ്പോൺസറെ കിട്ടിയ പോലെയാണിത്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ക്യാഷ് എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് തന്നെ വിസയ്ക്ക് വയ്ക്കലാണ്. അപ്പോൾ വിസയ്ക്ക് വയ്ക്കാനായിട്ട് ഏജൻസീനെ കോൺടാക്ട് ചെയ്യുക. ഏജൻസിക്കാർ തന്നെ വിസയ്ക്ക് ആ ഒരു UKVയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തും കൊടുത്തിട്ട് നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ വിസയ്ക്ക് വയ്ക്കണ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ വരുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലൊരു ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ ഏജൻസിയോട് പറഞ്ഞിട്ട് വിസയ്ക്ക് വയ്ക്കുക. വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക. വിസ അപ്പോയിൻമെൻറ്റ് നേരെ വിസ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ചില ഏജൻസീസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ അവർ തന്നെ അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ കളർ പ്രിൻ്റ് എടുത്തിട്ട് VFS ഓഫീസിൽ പോകണം. അപ്പോൾ അങ്ങനെ VFS ഓഫീസിൽ പോയതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ സ്കാൻ ചെയ്ത് അവരുടെ ആ ഒരു നമുക്ക് തന്നേക്കണ ഇതുണ്ടല്ലോ, അതായത് ആ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു UKVയുടെ നമ്മുടെ പേയ്മെൻറ്റ് നമ്മളെടുത്ത ഒരു ഇതുണ്ട്, അതിൽ അവർ അപ്ലോഡ് ചെയ്തു. വിസയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബയോമെട്രിക്സും കാര്യങ്ങളും, അതായത് ഫിംഗർ പ്രിൻറ്റും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ VFS ഓഫീസിൽ എടുക്കും. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് വിസ വന്നതിൻ്റെ തലേദിവസം ഡെസ്പാച്ച് മെയിലും വരും. ആ ഒരു ഡെസ്പാച്ച് മെയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് വിസ കിട്ടുക. വിസ നമ്മുടെ പാസ്പോർട്ടിൽ പ്രിൻ്റ് അടിച്ചാണ് വരിക. അതായത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിസ ഓഫീസിൽ നമ്മൾ വച്ചതിന് ശേഷം മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആ ഒരു മെയിൽ ചെക്ക് ചെയ്താലാണ് ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ റിക്വയർഡ് ആയിട്ട് വരും. അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മെയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും വിസയ്ക്ക് വയ്ക്കുമ്പോൾ. അപ്പോൾ അത്രയാണ് വിസയ്ക്ക് വയ്ക്കുന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം അല്ല ഈ വിസയ്ക്ക് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിരിക്കും ബെറ്റർ. കാരണം ഈ ഒരു ടിക്കറ്റ് റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇൻടേക്ക്, ജനുവരി ഇൻടേക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇൻടേക്കിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വയ്ക്കണമായിരിക്കും ബെറ്റർ. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏജൻസീനെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഏജൻസി വഴി മീൻസ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന കൺസൾട്ടൻസി വഴിയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ഓവർ റേറ്റായിട്ട് വരും. അല്ല നമുക്ക് തന്നെ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വലിയ ടഫായിട്ടുള്ള കാര്യം എന്നുള്ള ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത്. അതിനെപ്പറ്റി ഒരു വീഡിയോയും ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ, എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ
എയർപോർട്ടിൽ പോകുന്നു, അങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കുന്നു, നേരെ എമിഗ്രേഷനിൽ പോകുന്നു. എമിഗ്രേഷനിൽ പോയി എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ ഗേറ്റിൽ പോകുന്നു, ഫ്ലൈറ്റ് പിടിക്കുന്നു, പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ട് നമ്മുടെ വിസ കിട്ടി നമ്മൾ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റിപ്ലൈസ് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെടുകയോ അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യം പറഞ്ഞോണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഇതേപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്കും വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.